മൽ ചന്തേരി ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റൈലിൽ ആപ്ലിക്കോക്കിലാണ് സാരി വന്നിരിക്കുന്നത്. അതും ഡ്യുവൽ കോമ്പിനേഷനിലാണ് സാരി. സാരിയുടെ ബോഡി കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീമാണ്. പേൾ ക്രീമില് കോറൽ പീച്ചാണ് സാരിയുടെ കോമ്പിനേഷൻ. കോറൽ പീച്ചിൽ ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് കോറൽ പീച്ച് ടോണിൽ തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. വിത്ത് ഒരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. റിബൺ ബോർഡർ വന്നിട്ട് ആപ്ലിക്കോക്ക് ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു കോറൽ പീച്ചിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുമ്പോൾ ആ ഒരു കോറൽ പീച്ചിൽ തന്നെ ഷെയ്ഡഡ് പാർട്ട് വന്നിട്ട് റിബൺ ബോർഡർ ആയിരിക്കും വരുന്നത്. പല്ലു ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ ആപ്ലിക്കോക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. വീണ്ടും അതേ എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്ത് വരിക. മൽച്ചന്തേരിയാണ് ഫാബ്രിക് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. പല്ലു സെയിം അതേ സ്റ്റൈലിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്, റണ്ണിങ് ബ്ലൗസ് വരുന്നത് കോറൽ പീച്ചിൽ തന്നെ. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലൂ ആണ്. കിങ് ഫിഷർ ബ്ലൂ വിത്ത് പേൾ ക്രീം ആണ് കോമ്പിനേഷൻ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ ആപ്ലിക്കോക്ക് തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണി. ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ബ്ലൗസ് അടുത്ത കളർ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. പാറ്റേൺ എല്ലാം സെയിം തന്നെ. ആ ഗ്രീനിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ഫുൾ സാരി വരുന്നുണ്ട്. ഫ്ലോറൽ പാറ്റേണിൽ ആപ്ലിക്കോക്ക് ആയിരിക്കും സാരിയുടെ മുന്താണി വിത്ത് ഗ്രീൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പേൾ ക്രീം വിത്ത് ലാവൻഡർ. സെയിം സ്റ്റൈൽ ലാവൻഡർ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് ലാവൻഡർ മോട്ടീവ്സിൽ തന്നെ ആയിരിക്കും ആപ്ലിക്കോക്ക് വരുന്നത്. പല്ലുവിൽ ബ്ലൗസ്. പീച്ചിഷ് പിങ്ക് വിത്ത് പേൾ ക്രീം. ഒരു പീച്ചും ബേബി പിങ്കും കൂടി ചേർന്നിരുന്ന കളറിലാണ് അടുത്ത സാരി വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ ആപ്ലിക്കോക്ക്, ബ്ലൗസ്. സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് അടുത്ത കോമ്പിനേഷൻ. പേൾ ക്രീം വിത്ത് ഗ്രീൻ, സെയിം സ്റ്റൈൽ ഗ്രീൻ ആപ്ലിക് വർക്ക് ആൻഡ് ഗ്രീൻ ബ്ലൗസ്. അടുത്ത കളർ ഒരു ലാവൻഡർ ബ്ലെൻഡഡ് പേർപ്പിൾ ആണ്. പേർപ്പിളും ലാവൻഡറും ലൈലാക്കും എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. പേൾ ക്രീം തന്നെ ആയിരിക്കും ബോഡി. ഫുൾ ആപ്ലിക് വർക്ക്, ബ്ലൗസ്. അടുത്ത കളർ സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ആണ്. പേൾ ക്രീമിൽ പീച്ച് ആയിരിക്കും ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈൽ, സെയിം ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. നല്ല ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത്. സോഫ്റ്റ് സെമി ടെസ സിൽക്ക് ആണ് ഫാബ്രിക്. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, പിസ്ത ഗ്രീൻ്റെ തന്നെ നല്ലൊരു പേസ്റ്റൽ ടോണിലാണ് സാരി. പ്ലെയിൻ ആണ്. പ്ലെയിൻ ബോഡി വന്നിട്ട് ആ ഒരു നമ്മൾ പ്യുവർ ടെസറിൽ വരുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ, സിമ്പിൾ ബോർഡർ, ജെറി വൺ സ്റ്റൈലുള്ള ബോർഡർ, ആ ഒരു ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരിക്ക്. മുന്താണിയിൽ അതുപോലെ തന്നെ പ്യുവർ ടെസറിലാണ് ഈ ഒരു ട്രിപ്പിൾ ലൈൻസ് വരുന്നത്, ഗോൾഡൻ സെറിയോ ലൈൻസ്. അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു സെമി ടെസർ വന്നിരിക്കുന്നത്. ഗോൾഡൻ സെറിയുള്ള ലൈൻ പാറ്റേൺസ് വന്നിട്ട് മിഡിൽ പോർഷനും ബോഡിയും പ്ലെയിൻ തന്നെ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ, അതേ പിസ്ത ഗ്രീനിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത്. അടുത്ത കളർ മസ്റ്റേർഡ് യെല്ലോ. മസ്റ്റേർഡ് യെല്ലോയിലും സെയിം സ്റ്റൈലിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ, പ്ലെയിൻ ബോഡി, മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ഷെയ്ഡ്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ആണ്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. അടുത്ത കളർ ലൈലാക്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. അടുത്ത സാരി കിങ് ഫിഷർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. അടുത്ത കളർ കോറൽ പീച്ച്, സെയിം സ്റ്റൈൽ. നെക്സ്റ്റ് സാരി നല്ലൊരു പേർപ്പിൾ ടോൺ ആണ്, ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. ലാസ്റ്റ് സാരിയാണ് ടർക്കോസ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സോഫ്റ്റ് സെമി ടെസർ തന്നെ ഫാബ്രിക്, ഡബിൾ സൈഡ് ബോർഡർ, പല്ലു, പ്ലെയിൻ ബ്ലൗസ്.